ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നാണെങ്കിൽ ബിഗിനേഴ്സിനും അതുപോലെ തന്നെ അല്ലാത്തവർക്കും വെള്ളോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് റുട്ടീനാണ് കാണിക്കുന്നത്. കുറച്ച് പ്രോഡക്റ്റ്സും കൊണ്ട് എങ്ങനെ പെട്ടെന്ന് ഇറങ്ങാം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് പെട്ടെന്ന് ഇറങ്ങാനും അതുപോലെ തന്നെ വെള്ളോട്ട് പോകുമ്പോൾ കൂടുതൽ മേക്കപ്പായിട്ടും തോന്നിക്കാത്ത കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കാണിക്കുന്നത്. ഞാൻ അതിന് ഫൗണ്ടേഷന് എന്താ പറയുക കൺസീലർ ഒന്നും തേക്കാതെ എങ്ങനെ നമ്മുടെ മുഖത്താണെങ്കിൽ നല്ലൊരു ഗ്ലോയിങ്ങും അതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷനും കൺസീലറൊക്കെ ഇട്ട ഒരു മുഖത്തൊരു ഫീൽ എങ്ങനെ തോന്നിക്കുന്നെന്ന് കാണിക്കാനുള്ള ഒരു ചെറിയ ഞാൻ ചെയ്യുന്ന ഒരു കുട്ടി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് റുട്ടീനാണ്. ഇത് എല്ലാവർക്കും പറ്റും. കുറേ എൻ്റെ ബിഗിനേഴ്സ്, അതായത് 18, 17, 16 വയസ്സുള്ള പിള്ളേരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഒരു സിമ്പിൾ ഒരു മേക്കപ്പ് റുട്ടീൻ കാണിച്ചു തരുമോ എന്നൊക്കെ. ഇപ്പം കാണിച്ചു തരാമല്ലോ. ഒരു സിമ്പിളായിട്ട് ഒരു നമ്മുടെ കയ്യിലുള്ള ഒരു കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് എന്താ പറയാനാ ഒരു സിമ്പിളായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ് ഈ ഫംഗ്ഷന് പോകുകയാണെങ്കിൽ ഇവൻ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഒരു കാണുമ്പോൾ തന്നെ ഒരു എലഗൻ്റ് അല്ലെങ്കിൽ ഒരു ഗ്രാൻഡായിട്ട് തോന്നുന്ന ഒരു മേക്കപ്പ് റുട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം എന്തൊക്കെയാണെന്ന് കാണിച്ചുതരാം. കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ എടുക്കുന്നുള്ളൂ, കുറച്ച് പ്രോഡക്റ്റ്സേ ഞാൻ എടുക്കുന്നുള്ളൂ. ആദ്യം എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പം ഒരിടത്ത് പോകാൻ വേണ്ടി ഒരുങ്ങുവാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഓൾറെഡി ഞാൻ ഫേസ് വാഷും മോയ്സ്ചറൈസറും ഒക്കെ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് സൺസ്ക്രീൻ ഇടാൻ നിങ്ങൾ എവിടെയും പോകരുത് ഗൈസ്. എവിടെയെന്ന് വെച്ചാൽ എവിടെയും നിങ്ങൾ പോകരുത്. നമുക്ക് സൺസ്ക്രീൻ ഒരു ഡെയിലി റുട്ടീനാണ് ഗൈസ്. അതെന്ന് വെച്ചാൽ അതില്ലാതെ നമ്മളെ കൊണ്ട് പറ്റില്ല, എവിടെ പോകാനും പറ്റില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം മഴയത്താട്ട് വെയിലത്താട്ട് ഇതിട്ടിട്ടേ നമ്മൾ പോകാവൂ. ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ഫുള്ള് ടാനൊക്കെ അടിച്ച് ഒരു കാശിനും കൊള്ളാത്ത രീതിക്കായിപ്പോൾ. അപ്പം എനിക്ക് എപ്പോഴും ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ മുഖത്താണെങ്കിൽ പോലും ഒരു നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവാൻ തുടങ്ങിയത്. ഇപ്പം കുറേ കുരുക്കളും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പല ബ്രാൻഡുകളും ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം, പക്ഷെ എന്നാലും അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ സൺസ്ക്രീനാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നല്ല മുടിയൊക്കെ ടൈറ്റ് ചെയ്ത് ഒരു പഴയൊരു ടോപ്പാണിത്. ഇത് കുറേ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു ഈ ഒരു ടോപ്പ് എവിടെ നിന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഇത് സോൾഡ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങുവാണെങ്കിൽ സോൾഡ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് നോക്ക്. അത്ര അഫോർഡബിൾ റേറ്റിലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ, മെറ്റീരിയലൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉള്ള ഡ്രസ്സസൊക്കെ അവിടെ അവൈലബിൾ ആണ്. സോൾഡ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നാണ് ഈ ഡ്രസ്സ് വാങ്ങിച്ചത്. എനിക്ക് അന്നുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡ്രസ്സിനോട്. അവിടുന്ന് ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ അവിടുന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നല്ലതാണ് സോൾഡ് സ്റ്റോർ എന്ന് വെച്ചാൽ ഓൺലൈനുള്ളത് കേട്ടോ, ഓൺലൈനിൽ കൂടെ ആണ്. അപ്പം ആദ്യം നമുക്ക് സൺസ്ക്രീൻ ട്രൈ ചെയ്യില്ല, മുഖത്ത് പരട്ടെ. ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നല്ല കണ്ടോ ഭയങ്കര വൈറ്റ് കാസ്റ്റും തോന്നിക്കുകയും ചെയ്യും, നല്ലപോലെ ഓയിലി ഫീല് തോന്നിക്കുകയും ചെയ്യും. പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് എനിക്ക് മിനിമലിസ്റ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എത്രയൊക്കെ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്തിട്ടും ഞാൻ ബാക്ക് ടു മിനിമലിസ്റ്റിലോട്ടാണ് വന്നത്. ഡോട്ട് ആൻഡ് കിയ, ഷേത്ത്, പിന്നെ ഏതാണ് സൺസ്കൂഫ്, അങ്ങനെ കുറേ അക്കോളജിക്ക, അങ്ങനെ കുറേ ബ്രാൻഡ്സ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. കാരണം അമ്മ അതിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പിന്നെ എന്നിട്ട് അതിലൊന്നും എനിക്ക് ടാൻ അടിച്ച മാതിരിയാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ വീണ്ടും എൻ്റെ ഈ ബാക്ക് ടു മിനിമലിസ്റ്റിലോട്ട് വന്നപ്പോഴത്തേക്കും നല്ലൊരു കുറവുണ്ട്. ഇച്ചിരി നമുക്ക് ഓയിലി ഫീലായിട്ട് തോന്നിച്ചാലും അതിന് ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. അതിനെന്ത് ചെയ്യേണ്ടത്, ഒരു പൗഡർ ഇട്ടാൽ മതി അതിൻ്റെ മണ്ടയ്ക്ക്. നിങ്ങൾക്ക് പൗഡർ ഇടാൻ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒക്കെ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ്, പോൺസിൻ്റെ ഒരു ഫേസ് പൗഡറാണ്. ഇതൊക്കെ വാങ്ങിച്ച് നിങ്ങൾ മുഖത്ത് പുരട്ടിയാൽ തന്നെ നിങ്ങൾക്കൊരു എന്താ പറയാനാ ആ ഒരു ഓയിലി ഫീലൊക്കെ മാറി കിട്ടും. അതുപോലെ തന്നെ സൺസ്ക്രീനിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു, ഞാൻ കഫേൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല പൗഡറാണ്, പക്ഷെ അത് ഇച്ചിരി കണ്ടൻറ്റേ ഉള്ളൂ. പക്ഷെ ഒരു എത്ര 700 റുപ്പീസ് സംതിങ് ആകും. പക്ഷെ അത് ഇച്ചിരി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അത് തീർന്നു പോകുന്നുണ്ട്. വെളിയിലൊക്കെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് യൂസ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്യുന്നതാണ്. എനിക്ക് ഐബ്രോ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ. എന്നാലും എനിക്ക് പെട്ടെന്ന് അത് വളർന്നിട്ട് ആ ഷേപ്പ് അങ്ങ് പോയി കിട്ടും. എന്താണെന്ന് എനിക്കറിയത്തില്ല.
ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ ഓരോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഐബ്രോ ഒക്കെ എടുക്കാറുള്ളത്. എന്താ അറിയത്തില്ല, എനിക്ക് പിരിക അങ്ങനെ എടുക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ ഈ പിരിക എടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ തന്നെ പോയിട്ട് അങ്ങനെയല്ല, ഒരു മുഖത്തിന് ഒരു 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 എടുപ്പ് തോന്നിക്കും. ഈ ഭാഗത്താണെങ്കിൽ ഒരു ഭംഗി തോന്നിക്കും. അപ്പം അതിനാദ്യം ഫില്ല് ചെയ്യാൻ ഞാൻ എൻ്റെ കയ്യിലൊരു മേബിലിൻ്റെ ഉണ്ടായിരുന്നേ. ഇതുപോലത്തെ ഒരു ടൈപ്പാണ്. അത് തപ്പിട്ട് ഇപ്പം കാണുന്നില്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ബ്ലൂ ഹെവൻ്റെ ആണ് എടുത്തേക്കുന്നത്. ആ മേബിലിൻ്റെ എവിടെ ഞാൻ തപ്പിട്ട് കിട്ടണം. അപ്പം അതിങ്ങനെ ഉണ്ട്. ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ അത് ചെയ്യാനുണ്ട്. സെയിം തന്നെയാണ് മേബിലിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് ഇപ്പം കണ്ടത് ഞാൻ ഇപ്പോൾ എടുത്തതാണ്. അത് ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം ഓവറായാലും എന്താ പറയാനാ, അയ്യോ ഭയങ്കര പിരികൊക്കെ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് കട്ടിക്കിരിക്കുന്നെന്ന് പറയത്തില്ലേ, ആ ഒരു ഫീല് തോന്നിക്കാതെ അത്യാവശ്യം ഉണ്ടല്ലോ മുഖത്തൊന്ന് തോന്നിക്കാനുള്ള രീതിക്ക് ഞാൻ എന്താ ചെയ്യത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ സാധനം വെച്ചിട്ട് സെയിം ഇതുപോലെ തന്നെയാണ്. പക്ഷെ ഇതിനെക്കാട്ടിലും നല്ലപോലെ കറുത്ത ഒരു ഷെയ്ഡ് വരും. ഏതിനാണ്? മേബിലിൻ്റെ. അത് നല്ലതാണ് കേട്ടോ. ഇതേലത്തെ സെയിം ഒരെണ്ണം ഉണ്ട്, അത് നല്ലതാണ്. കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് ഫോണിൻ്റെ ക്യാമറയിൽ തന്നെ നോക്കിയിട്ടാണ് ഞാൻ ഒരുങ്ങുന്നത്. അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ കണ്ണൊക്കെ ഭാഗമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുഖത്തോട്ട് ബാക്കി പോകത്തുള്ളൂ. ഞാൻ ഇങ്ങനെ കണ്ണിങ്ങനെ എഴുതാറില്ല, വല്ലപ്പോഴൊക്കെ ഞാൻ കണ്ണ് എഴുതത്തുള്ളൂ. ഞാൻ കണ്ണ് എഴുതുന്നതിന് പകരം ഞാൻ യൂസ് ചെയ്യുന്ന ഏറ്റവും ഒരു ടിപ്പ് എന്ന് വെച്ചാൽ മസ്കാരയാണ്. ഞാനിപ്പോൾ കറണ്ടായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മേബിലിൻ്റെ ലാഷ് സെൻസേഷണൽ സ്കൈ ഹൈ എന്ന് പറഞ്ഞിട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ലപോലെ ഓൾറെഡി എനിക്ക് നല്ലപോലെ ലാഷസ് ഉണ്ട്, അത്യാവശ്യമുണ്ട്. ഞാൻ വീണ്ടും പൊങ്ങിപ്പിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ കാണിക്കാമല്ലോ. ഇത് നല്ലതാണ് കേട്ടോ. നല്ലപോലെ പൊങ്ങി നിൽക്കും. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുമുണ്ട് കേട്ടോ യൂട്യൂബിൽ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഷോർട്സ് ഒക്കെ കാണും. ഞാൻ ദിവസം ഇങ്ങനെ ഓരോരോ ഷോർട്സൊക്കെ ചവറ് പോലെ ഇടാറുണ്ട്, കണ്ടോ. അപ്പോൾ നമ്മൾ കണ്ണിലൊരു ഇത് വന്നില്ല. എന്നിട്ട് താഴെയും കൂടെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ തന്നെ നല്ല ഒരു കണ്ടില്ലേ, ഒരു കണ്ണെഴുതിയ ഫീൽ നമുക്ക് കിട്ടും. അത് നമ്മൾ പുറത്തോട്ടൊക്കെ പെട്ടെന്ന് ഇപ്പം പോയിട്ട് വരാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പരിപാടിക്കാണെങ്കിലും പോയിട്ട് ഇങ്ങനത്തെ ഒരുങ്ങാനൊക്കെ ധാരാളം. നമ്മൾ കൂടുതൽ മേക്കപ്പ് ഒക്കെ ഇട്ട് നമ്മുടെ മുഖത്ത് പല പാടുകളും മറച്ചു വെച്ചിട്ട് നമ്മൾ എന്തിനാരെ കാണിക്കാനാ? നമുക്കുള്ള സൗന്ദര്യം മതി. എന്നാലും നമുക്കൊരു കുറച്ച് എന്താ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ ഭയങ്കര ഇതാണ്, ആ പാട് മറച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾക്ക് ദൈവം തന്ന സൗന്ദര്യമാണ്. അപ്പം ദൈവം തന്ന അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടിയ ഒരു സൗന്ദര്യം അത് നിങ്ങൾ നല്ല രീതിക്ക് കൊണ്ടു നടക്കുക. നല്ല സ്കിൻ കെയർ ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് സ്കിൻ നല്ല പോലെ കൊണ്ടുപോകുക. ഒരു ഭാവിയിലാകുമ്പോഴത്തേക്ക് ചുക്കും ചുളുവും ഒക്കെ ആവാതിരുന്ന് പാടുകൾ വരാതെ നല്ല രീതിക്ക് കൊണ്ടുപോകുക. അല്ലാതെ ഉള്ള ചവർ ഇപ്പം എത്രയൊക്കെ നല്ല ബ്രാൻഡ് നമ്മൾ മേക്കപ്പിൻ്റെ വാങ്ങിച്ചാൽ പോലും നമുക്ക് പല ഡിഫക്ട്സുകൾ വരും. എന്തിനാ അതൊക്കെ ചെയ്യാൻ പോകുന്നത്? എന്നാലും നമുക്കിതൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ്, അല്ലേ? ഗേൾസിന് ഞാൻ പറയണ്ടല്ലോ, അത് ഗേൾസിന് ഒരു കോൺഫിഡൻസ് ആണ്. അപ്പം ഞാനും ഇടാറുണ്ട്, ഇടുന്ന ടൈപ്പാണ്. പക്ഷെ ഞാൻ ഇപ്പം കാണിക്കുന്ന ഒരു റുട്ടീനാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അത് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഐലാഷസ് ഇപ്പം ഇട്ട് കഴിഞ്ഞു. അതിന് ശേഷം അപ്പം കണ്ണെഴുതി പിരിക്കുകയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതല്ലല്ലോ, ഈ ഒരു ഫേസ് പൗഡർ, പോൺസിൻ്റെ ഫേസ് പൗഡർ എടുക്കും ഞാൻ. നല്ലതാണ് ഗൈസ്, കാരണം നല്ല നമുക്ക് നല്ലൊരു ഇതിനകത്തൊരു എന്ന് വെച്ചാൽ ഒരു പിങ്ക് ഗ്ലോ ആണ് കിട്ടുന്നത്. ആ ഒരു പിങ്ക് ഗ്ലോയും കിട്ടും. അതുപോലെ തന്നെ ഒരു BB ക്രീമിൻ്റെ ഒക്കെ പോലത്തെ തന്നെ ഉള്ള ഇതാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കും. അപ്പം എന്നിട്ടൊരു ഇത് വെച്ചിട്ട് കണ്ട പൗഡർ കണ്ടില്ലേ, പറക്കുന്നത്. നിങ്ങൾക്ക് കൈ കൊണ്ട് പൗഡർ ഇടാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ കൈ കൊണ്ട് പൗഡർ ഇട്ടാൽ അവിടെ തന്നെ ഓരോ സ്ഥലത്തിരിക്കും. ഇത് തന്നെ ഇട്ടാൽ തന്നെ
പല പല സ്ഥലത്തിരിക്കും. ഇപ്പോൾ ഈ ഫോണിൽ കൂടെ നോക്കുന്നതുകൊണ്ടാണ്ട് എവിടെ ഇരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. എനിക്ക് കൂടുതലും ഈ ചുണ്ടിന് ചുറ്റുമുള്ളതാണ്. ചുണ്ടിന് ചുറ്റുമുള്ള കളപ്പ് വരുന്ന എന്താണ്, ഈ മുഖത്ത് ലിപ്സ്റ്റിക്ക് വാരത്തേക്കുന്നതാണ്. ലിപ്സ്റ്റിക്ക് വാരത്തേക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഇവിടേക്ക് ഇരിക്കും. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയാനാ ചുണ്ടൊക്കെ നല്ല പോലെ കറക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല ബ്രാൻഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക. എത്ര ബ്രാൻഡ് യൂസ് ചെയ്താലും ചുണ്ടിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യും. ഞാനത് ഒരു ക്രീം തേക്കുന്നുണ്ട്. അതിന് നോക്കട്ടെ ഞാൻ എൻ്റെ റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം. അത് യൂസ് ചെയ്യണോ അത് കൊള്ളത്തില്ലയോ എന്ന് പറയാം. ഞാനിങ്ങനെ ഷോർട്സിൽ ഓരോന്നും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒരു പൗഡർ വരുമ്പോഴത്തേക്ക് കഴുത്തിൽ പൗഡർ ഇല്ലാത്ത ഭയങ്കര മോശമല്ലേ. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം, കഴുത്തിലും പരത്തേക്കണം. നമ്മൾ ഈ കഴുത്തിലൊക്കെ ചുമ്മാ ഫൗണ്ടേഷനൊക്കെ വാരിത്തേക്കുന്നതിന് പകരം ഇങ്ങനത്തെ ഉള്ള പൗഡേഴ്സൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. വല്ല കല്യാണവും കൈ കാണിക്കുന്നതും കഴുത്ത് കാണിക്കുന്നതൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ അങ്ങോട്ട് വെച്ചാൽ ഇപ്പോൾ ഒരു അത്യാവശ്യം മുഖത്തൊരു മേക്കപ്പ് ഇട്ട ഒരു ഫീൽ തോന്നിക്കുന്നില്ലേ ഗൈസ്? ഉണ്ട് ഗൈസ്, എനിക്ക് തോന്നിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എൻ്റെ ലിപ്പിലോട്ട് കിടക്കുന്നത്. ഞാൻ ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ലിപ്പിലോട്ട് കിടക്കുന്നത്. ലിപ്പിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഒരു സിസ് ബ്യൂട്ടിയുടെ ആണെന്ന് തോന്നുന്നു. സിസ് ബ്യൂട്ടിയുടെ ബോൾഡ് മാച്ച് ലിപ്പ് ലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വേറൊന്നും വേണ്ടല്ല, ചുണ്ടിൻ്റെ അറ്റം. പക്ഷേ നമ്മൾ ഈ ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നതിന് കാണുന്നു ഒരു ഡിഫക്റ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ മണ്ടയ്ക്ക് മാത്രം പോയിരിക്കും, ബാക്കി ചുണ്ടിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കും. അപ്പം നമ്മൾ ആ ഭാഗത്തും കൂടെ നമ്മൾ ലിപ്സ്റ്റിക് ഇടാൻ മറക്കരുത്. ഞാനൊരു ലൈനിന് വേണ്ടി മാത്രമാണ് ഒന്നിടുന്നേ ഉള്ളൂ. കാരണം ഒരു ഷേപ്പ് തോന്നിക്കാൻ. കാരണം നിങ്ങളോട് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊക്കെ വരും എനിക്ക്. അല്ല, ആരും കാണാതെ ഞാൻ ചെയ്യുവാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് വരും. നല്ലൊരു ലിപ്പ് ലൈനറാണ് കേട്ടോ. പക്ഷെ പെട്ടെന്ന് പോകും കേട്ടോ, അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് ഞാൻ എടുക്കുന്നത്, ഇത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടോ ഓർക്കുന്നില്ല കേട്ടോ. ഒരു മേബിലിൻ്റെ മാറ്റിങ്കാണ്. ഇത് ഏതാന്ന് ചോദിച്ചാൽ ആർട്ടിസ്റ്റ്, അതെ ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് 120 ആണ്. നല്ലൊരു പല ബ്രൈഡ്സിനൊക്കെ നമ്മൾ ഒരുക്കാൻ പോകുമ്പോൾ ഇതാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ എത്ര ഇങ്ങനെ തേക്കും, ഇങ്ങനെ തേച്ചിട്ട് കൈ കൊണ്ട് റബ്ബ് ചെയ്തിട്ടാണ് ഞാൻ. കാരണം കൂടുതൽ ഓവർ ആവുന്നതും എനിക്ക് ഇഷ്ടമല്ല. എന്നാലും അത്യാവശ്യം വേണമല്ലോ. ഇങ്ങനെ കൊടുക്കാം. കാരണം നമ്മൾ ലിപ്പ് ലൈനർ ഇട്ടതിൻ്റെ കണ്ടക്കൊന്നും കൂടെ ഇട്ടാക്കണം. അല്ലെങ്കിൽ ലിപ്പ് ലൈനർ ഒലിച്ചു പോകുമ്പം ഇത് കാണാതായിപ്പോൾ ഈ ഒരു ഓകത്ത് വരുന്നില്ലേ, അതിന് ഞാൻ വേറെ ലിപ്സ്റ്റിക്കാണ്. എനിക്കിപ്പോഴും ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ലിപ് ഷെയ്ഡ് കിട്ടത്തില്ല. അപ്പം ഞാൻ അടുത്ത ലിപ്സ്റ്റിക്ക്, ഇത് മേബിലിൻ്റെ തന്നെ കേട്ടോ. ഞാൻ കൂടുതൽ മേബിലിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ മേബിലിൻ്റെ തന്നെ ഒരു സൂപ്പർ ഷെയ്ഡാണ്. ഇത് നല്ലതാണ്, മോയ്സ്ചറൈസർ കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്ത് ഇതിടുന്നത്. എന്നിട്ട് ആ ഭാഗം കവറായിട്ടുണ്ട്. നമുക്ക് ഇത് ചെയ്യുന്നുണ്ട്. ഓവറാകുന്നുണ്ടോ ഇല്ലയോ, കറക്റ്റായിട്ട് ഷേപ്പിലൊക്കെ ഇരിക്കുന്നുണ്ടോ തോന്നുന്നു. ഓക്കെ, എന്നിട്ട് ബാക്കി ഇതേ കയ്യിൽ വരുന്നത് ഞാൻ എന്തോ ചെയ്യും,
കാരണം ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. ബട്ട് കയ്യിൽ വരുന്നത് കൊണ്ട് മാത്രം ഇങ്ങനെ ഞാൻ തേച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ബാക്കി ഏതെങ്കിലും ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കളയാനായിരിക്കും നല്ലത്. അപ്പോൾ എങ്ങനെയുണ്ട് ഗായ്സ്? ഇത്രേ ഉള്ളൂ മേക്കപ്പ്. ഒരു സിമ്പിൾ റുട്ടീൻ, സിമ്പിൾ റുട്ടീൻ അല്ലേ, സിമ്പിൾ മേക്കപ്പ് അല്ല, ഇത്രേ ഉള്ളൂ. വേറെ ഒന്നും അങ്ങനെ അധികമായിട്ട് ചെയ്യത്തില്ല ഞാൻ. ഇത് തന്നെ ഓവറാണ്. ഞാൻ ഷാമ്പു ഒക്കെ ഇട്ട് പറപ്പിച്ച് വെച്ചതും കൊണ്ട് മുടി ഇങ്ങനെ ഇരിക്കും. മുടി ഈ ഭാഗം നമുക്ക് കെട്ടിവെക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ കാണാൻ ഭംഗി. ഞാൻ പൊട്ട് യൂസ് ചെയ്യാൻ ചോദിച്ചാൽ എനിക്ക് അധികം പൊട്ടിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പൊട്ട് എന്തെങ്കിലും ഫങ്ഷൻസ് അങ്ങനെ വരുമ്പോഴേ ഞാൻ പൊട്ട് യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ പൊട്ടിട്ട ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ചുമ്മാ ചിലപ്പോഴൊക്കെ വീഡിയോ ഇടാൻ വേണ്ടി മാത്രം കഴിയും. ഇങ്ങനെ ഒരു കെട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പം ഇങ്ങനെ ഇരിക്കും, ഒതുങ്ങിയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇപ്പം എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ചുണ്ടൊക്കെ കറക്റ്റായി. അപ്പം ഇത്രയേ ഉള്ളൂ. ചെറിയൊരു മേക്കപ്പാണ്, മേക്കപ്പ് റുട്ടീനാണ്. ആദ്യം ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ആദ്യം നമ്മൾ നല്ലപോലെ മുഖം ക്ലെൻസ് ചെയ്യുക, മോയ്സ്ചറൈസർ ഇടുക, സെറക്ക് ഇടുക. അതിന് ശേഷം നല്ലൊരു സൺസ്ക്രീൻ, അതിന് ശേഷം ഏതെങ്കിലും ഒരു പൗഡർ കണ്ണെഴുതുക. നിങ്ങൾക്ക് കണ്ണ് നല്ലതായിട്ട് വേണമെങ്കിൽ ഒരു മസ്കാര, ഒരു ഐബ്രോ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഒരു നല്ലൊരു ലിപ്സ്റ്റിക്ക് ഇടുക. അത്രയേ ഉള്ളൂ. ഇപ്പം എങ്ങനെയുള്ള നോക്കിയോ? അത്യാവശ്യം കൊള്ളാം ഗൈസ് അല്ലേ? ഒരു ഷോയൊക്കെ കാണിക്കും, 2 വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിളായിട്ടുള്ള ബിഗിനേഴ്സിനും അതുപോലെ തന്നെ നമുക്കൊക്കെ പെട്ടെന്ന് വെള്ളോട്ട് ഇറങ്ങാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള മേക്കപ്പ് റുട്ടീനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള കുറേ മേക്കപ്പ് ടിപ്സുമായിട്ടും അതുപോലെ തന്നെ ഞാനിപ്പോൾ പുതിയൊരു ടെക് വീഡിയോസിലോട്ടൊക്കെ കടക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ, വേറെ വീഡിയോസ് ഒന്നും കാണല്ലേ. മേക്കപ്പിനാണെങ്കിൽ മേക്കപ്പ്, സ്കിൻ കെയറിനാണെങ്കിൽ സ്കിൻ കെയർ, ട്രാവലിൽ പറയാനാണെങ്കിലും, ക്വാൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പറയാനാണെങ്കിലും, ടെക്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും, സിനിമയിലോട്ട് ഞാൻ അധികം ആധികാരികമായി കിടക്കുന്നില്ല. അത് പറയാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം ഇത് നോക്കാം കേട്ടോ. എല്ലാത്തിനും അപ്പം നമ്മുടെ ഈ ഒരു ചാനൽ നോക്കുമ്പോഴത്തേക്ക് എല്ലാം ഉള്ളതായിരിക്കണം, മനസ്സിലായില്ലേ? വേറെ ഒന്നും പറയാൻ പറ്റില്ല. വേറെ ചാനലിലോട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ മേക്കപ്പ്, അത് ട്രാവൽ മാത്രം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ. നമ്മുടെ ഇത് നോക്കുമ്പോഴത്തേക്ക് എല്ലാം ഉണ്ട്. ഈ കുട്ടിക്ക് എല്ലാം അറിയാം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്നാലും എങ്ങനെ ക്ലച്ച് പിടിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക, ഗാഡ്ജറ്റ്സിൻ്റെ ആണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം. അപ്പോൾ അതാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ടെക് വീഡിയോസിനോട് കടക്കാമല്ലോ എന്ന് വിചാരിക്കുന്നു. അതുമല്ല, അതിനുശേഷം മേക്കപ്പ് കാര്യങ്ങൾ അറിയാം, പിന്നെ അതുപോലെ തന്നെ സ്കിൻ കെയർ അറിയാം. എല്ലാത്തിൻ്റെയും കുറച്ച് കാര്യങ്ങൾ അറിയത്തുള്ളൂ. വലിയ പ്രൊഫഷണലൊന്നും അല്ല ഞാൻ. എന്നാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നെപ്പോലും അറിയാത്ത കുറേ ആൾക്കാർ കാണും. അല്ലെങ്കിൽ പോയിട്ട് നമ്മുടെ കൂട്ടുകാർക്കാണെങ്കിലും അത്രയും പേർക്കൊന്നും അറിയാത്തവർ കാണുമല്ലോ. അപ്പോൾ അവരൊക്കെ എൻ്റെ വീഡിയോ കാണുക. അത്രയും വലിയ എക്സ്പേർട്ടൊന്നുമല്ല. നമ്മളിപ്പോൾ ഈ യൂട്യൂബിൽ നോക്കുമ്പോൾ തന്നെ മിനിറ്റിന് ആൾക്കാരാണ് പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി പല കാര്യങ്ങൾ. പെണ്ണുങ്ങളാണെങ്കിൽ കൂടുതലായിട്ടും സ്കിൻ കെയർ, മേക്കപ്പ് അങ്ങനെയൊക്കെയുള്ള. അപ്പം ഞാനപ്പോൾ വിചാരിച്ചു ഇതിൽ നിന്നൊക്കെ മാറ്റി പിടിച്ച് അതും ഫോളോ ചെയ്ത് എന്താ പറയാനാ, കൂടെ ടെക് വീഡിയോസ് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഫുഡിൻ്റെ ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അല്ല ഇതൊന്നും വേണ്ട, ഉള്ളി മേക്കപ്പും സ്കിൻ കെയറും ട്രാവലും ഒക്കെ മതിയെങ്കിലും അതും. അപ്പോൾ നമുക്കെന്ത് തോന്നുന്നു, നമുക്കത് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നമ്മളൊക്കെ ചെയ്യുക. ഇത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലയോ എന്നതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി കുറേ കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ചിന്ന ബിഗിനേഴ്സിനും അതുപോലെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയൊരു ചെറിയൊരു മേക്കപ്പ് റുട്ടീൻ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി എൻ്റെ വീഡിയോസൊക്കെ കാണുക.
അഭിപ്രായങ്ങളൊക്കെ പറയുക, കമൻസ് എല്ലാം തരുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെയും ചാച്ചാ ബൈ ബൈ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ കണ്ടോ കേട്ടോ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ബൈ ഗൈസ്.